نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن ابتغى وراء ذلك فأولئك هم العادون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും നിലനിർത്തി ഐശ്വര്യപൂർണവും പ്രകാശപൂരിതവുമാകുന്ന ജീവിതം നയിക്കുന്ന ഉത്ബുദ്ധരായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നൽകപ്പെടുന്ന സമർപ്പിതരും സൽക്കർമ്മകാരികളുമായ സത്യവിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ചുറ്റുപാടിൽ സാക്ഷര സമ്പന്നതയും ആധുനികതയും വിദ്യാഭ്യാസവുമൊക്കെ ഏറെ അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ സാമൂഹിക ചുറ്റുപാടിൽ ഏറെ പ്രയാസപ്പെടുത്തുകയും ആശങ്ക അറിയിക്കുകയും വെല്ലുവിളിയായി തീരുകയും ചെയ്യുന്ന വിഷയമായി നിരന്തരമായി സ്ത്രീ സുരക്ഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാലും എല്ലാ പ്രഭാതത്തിലും നമ്മൾ വായിക്കുന്ന പത്രങ്ങളുടെ ഏത് പേജ് എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ ചാനലുകളും വളരെ നിരന്തരമായി കൊണ്ട് തന്നെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു സമൂഹത്തിൻ്റെ പാതിയായി തീരേണ്ട, ഏറെ ആദരണീയമായും പവിത്രമായും സംരക്ഷിതമായും കണക്കാക്കേണ്ട സ്ത്രീ വിഭാഗം അരക്ഷിതമാകുന്നതിനെക്കുറിച്ചാണ്. വലിയ പീഡന താടനങ്ങൾക്ക്, ബലാത്കാരങ്ങൾക്ക് അവർ വിധേയമായി കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ വിഭിന്ന തലങ്ങളിൽ, അത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഒന്നും ഒഴിവല്ല എന്ന് നമുക്കറിയാം. മീഡിയകളിലടക്കം പത്രപ്രവർത്തന മേഖലകളിൽ ആരും ഒഴിവല്ല. അതേപോലെ കുടുംബരംഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയം ഈ അടുത്തൊക്കെ
ഒരു സഹോദരി ആത്മഹത്യ ചെയ്ത വാർത്തകൾ, സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് അതിന് കാരണമായി തീർന്നത്. ആർത്തി അവസാനിക്കാത്തതിൻ്റെ ദുരമൂർത്ത ആ കാര്യങ്ങളിലൂടെ ഒരു സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, കലാലയങ്ങളിൽ, ഇന്നത്തെ പത്രത്തിലും LKG പ്രായത്തിലുള്ള കുട്ടികൾ വരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുകയാണ്. ഹോസ്പിറ്റലുകളിൽ കൽക്കത്തയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ വിഷയങ്ങൾ, ഒരു PG ട്രെയിനി ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെട്ടത്, നിഷ്ഠൂരമായ ബലാത്സംഗത്തിന് വിധേയമായത്, അതുപോലെ തന്നെ കലാരംഗങ്ങളിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതവും സിനിമയും തന്നെ ഒരു മൊത്ത അഭിനയമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഏറെ വഷളത്തരം നിറഞ്ഞ കാഴ്ചകൾ, അതിൻ്റെ റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ കായിക രംഗത്ത് ഈ അടുത്ത് നടന്നതും, നമ്മുടെ തലസ്ഥാന നഗരിയിൽ ചില കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭകളായ ആളുകൾ ഏറ്റുവാങ്ങിയത്, പിന്നെ ആത്മീയ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ട് സ്ത്രീകൾ ഈ മേഖലയിൽ ലൈംഗികപരമായിട്ടുള്ള അതിക്രമത്തിന് വിധേയമായത്, എന്തിനേറെ ബന്ധുവീടുകളിൽ, കുടുംബങ്ങളിലടക്കം സ്ത്രീകൾ, വിവിധ പ്രായത്തിലുള്ളവർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറകളിലും പ്രായഭേദമന്യേ, പ്രായമുള്ളവരായിരുന്നാലും യുവതികളായിരുന്നാലും കൗമാരപ്രായക്കാരികളായിരുന്നാലും കുട്ടികളായിരുന്നാലും അവരെ കാമക്കണ്ണോടുകൂടിയിട്ട് നോക്കുക എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തലമുറ സമൂഹം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ലൈംഗിക വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് പറയുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കുറവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ലിംഗ സമത്വത്തിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞ് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ സ്കൂളുകളിലൊക്കെ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമൊക്കെ നടപ്പിലാക്കി. ഇത് എല്ലാ സ്വാതന്ത്ര്യവും നവലിബറൽ കൾച്ചറും ഈ പറഞ്ഞ എല്ലാ ന്യൂട്രാലിറ്റിയും സമത്വവും നടപ്പിലാക്കാൻ സാധിക്കുന്ന സിനിമാ മേഖലകളിൽ അതിൻ്റെ ഒരു 10-1 നേട്ടം പോലും ലഭിക്കുന്നില്ല എന്നതിൻ്റെ പരിതാപകരമായ നിലവിളികൾ ആ മേഖലയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അന്യായമായിട്ടുള്ള പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. പക്ഷെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എന്നതിനപ്പുറം അവിടെ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 3 മിനിറ്റിലും അമേരിക്കയിൽ ഒരു സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇങ്ങനെ എല്ലാ മേഖലയിലും ഇനി രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും ഒക്കെയാണ് ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പരിഹാരം കാണിച്ചു കൊടുക്കേണ്ടത് എങ്കിൽ ആ റിപ്പോർട്ടും ഈ അടുത്ത് വന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം അവർ നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത റിപ്പോർട്ടിൽ 2019 മുതൽ 2024 വരെയുള്ള റിപ്പോർട്ടിൽ 151ഓളം MLA-മാരും MP-മാരും സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിച്ചതിൽ കേസിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി ഏതെടുത്തു കഴിഞ്ഞാലും ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നെഗറ്റീവുകളാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ എല്ലാവരും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അവിടെയാണ് ഇതിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെടുത്തി സ്ത്രീകളെ ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക പ്രമാണങ്ങൾ, വിശ്വാസി സമൂഹം ഏത് നിലക്കാണ് നോക്കിക്കാണുന്നതും നോക്കിക്കാണേണ്ടതും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അരാജകത്വങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിൽ നൽകിയിട്ടുള്ള ഉത്ബോധനങ്ങൾ പ്രായോഗികമാണ് എന്നും കാലാതിവർത്തിത്വമുള്ളതാണ് എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അഥവാ 6-ാം നൂറ്റാണ്ടിലേക്ക് തന്നെ ഇവിഷയകമായി നമ്മൾ മടങ്ങേണ്ടി വരും. സ്ത്രീകളും പുരുഷന്മാരും സാമൂഹിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പരസ്പരം സേവിച്ചും അതേപോലെ തന്നെ സഹകരിച്ചും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ പുരുഷന്മാരോട് കൊടുത്ത നിർദ്ദേശങ്ങൾ, സ്ത്രീകളോട് കൊടുത്ത നിർദ്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള അരാജകത്വങ്ങളും ബലാത്കാരങ്ങളും ലൈംഗിക ചൂഷണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട രീതികൾ, അതിൽ നടപ്പിലാക്കേണ്ട ശിക്ഷകൾ, ക്രിമിനൽ ആക്ടിവിറ്റീസിന് കൊടുത്ത താക്കീതുകൾ, ശിക്ഷാ നടപടിക്രമങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരു സാമൂഹിക സുരക്ഷിതത്വം വിശിഷ്യ സ്ത്രീകളുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത
ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചതായി കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സ്വാസ്ഥ്യ സമ്പൂർണമായ നിലനിൽപ്പിൻ്റെ അടയാളമായി, വിശേഷണമായി പറഞ്ഞിട്ടുള്ളത് പോലും പ്രവാചകൻ അന്ന് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിക ഒരു രാഷ്ട്രസങ്കല്പമൊന്നുമില്ല. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ പറഞ്ഞു വെച്ചു, സൻആ മുതൽ ഹലറ മൗത്ത് വരെ ഒരു സ്ത്രീക്ക് ചെന്നായെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ സുരക്ഷിതമായി സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും പറ്റുന്ന ഒരു സാമൂഹിക സുസ്ഥിതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ. ഇതാണ് ഇസ്ലാമിക സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെ മാനദണ്ഡം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് കൊടുത്ത ഒരു സംരക്ഷണ നയമാണ് പ്രവാചകൻ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ക്ഷേമമായിട്ട് പരിഗണിച്ചിട്ടുള്ളത് എന്ന് കാണുവാൻ കഴിയും. മാത്രവുമല്ല, സ്ത്രീ എന്ന നിലക്ക് ഒരു സ്ത്രീയെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? പ്രവാചകന്റെ ഹദീസുകൾ, പ്രവാചകൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന് കലാലയങ്ങളിൽ, അതേപോലെ തന്നെ പൊതു ഇടങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ആതുര സേവനാലയങ്ങളിലൊക്കെ സ്റ്റിക്കർ ചെയ്ത് പതിപ്പിച്ച് വെക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസുകൾ, പ്രവാചക വചനങ്ങളെ പ്രവാചകൻ പറഞ്ഞു. സ്ത്രീകളുമായി ടോട്ടലായിട്ട് സ്ത്രീ സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ അത് മകള് അല്ലെങ്കിൽ സഹോദരി, അതല്ലെങ്കിൽ മാതാവ് എന്ന നിലക്കൊന്നല്ല, മറിച്ച് സ്ത്രീ എന്ന നിലക്ക് നമുക്ക് ആരുമല്ലെങ്കിലും അവരൊരു സ്ത്രീയാണ് എന്ന നിലക്ക് തന്നെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ സ്ത്രീ സമൂഹത്തോട്, സ്ത്രീ ജനങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ നൽകുന്ന ഉത്തരം ഇന്നൻ നിസാ ശഖായിഖുർ റിജാൽ. ഇന്നൻ നിസാ, സ്ത്രീകൾ എന്ന് പറയുന്നത് ശഖായിഖുർ റിജാൽ, പുരുഷന്മാരുടെ ഉടപ്പിറപ്പുകളാണ് എന്നാണ്. പുരുഷന്മാരുടെ പാതിയാണ്, പകുതിയാണ് സ്ത്രീകൾ എന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി വർത്തിക്കണമെന്ന് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ അറഫ പ്രഭാഷണം, പ്രവാചകന്റെ വിടവാങ്ങൽ ഭാഷണത്തിൽ പ്രവാചകൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി, സാരോപദേശങ്ങൾ സമ്മാനിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഊസീകും ബിൻ നിസാഇ ഖൈറാ, ഊസീകും, ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. ബിൻ നിസാഇ ഖൈറാ, സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് നന്മക്ക് വേണ്ടി, ഖൈറിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിങ്ങൾ നിലക്കൊള്ളണമേ എന്ന് നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്. പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്, പ്രവാചകന്റെ അറഫ പ്രഭാഷണമാണ്. ഇത് തന്നെയല്ലേ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയല്ലേ നമ്മുടെ രാജ്യം കാതോർത്തുകൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയല്ലേ നമ്മുടെ സ്റ്റേറ്റിൽ നടപ്പിലാക്കേണ്ടത്? ഇതല്ലേ മനുഷ്യപ്പറ്റുള്ള സർവ്വ മനുഷ്യരുടെയും മനസ്സിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾ, അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ മനുഷ്യരന്റെ ധർമ്മത്തിലേക്ക്, സദാചാര ബോധത്തിലേക്ക്, നന്മയിലേക്ക് വരാത്തത്? പ്രവാചകൻ പറഞ്ഞു ഫത്തഖുൻ നിസാ ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയാം. മറ്റൊരു ഹദീസിൽ ഇസ്തൗസു ബിൻ നിസാ, സ്ത്രീകളുമായി നിങ്ങൾ കൂടിയാലോചന നടത്തണം, മാന്യമായി കൂടിയാലോചന നടത്തണം സ്ത്രീകളുമായി. അതേപോലെ തന്നെ ഇസ്തൗസു എന്നതിൻ്റെ മറ്റൊരാശയം നന്മയിൽ നിങ്ങൾ സ്ത്രീകളുമായി വർത്തിക്കണമെന്നാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുക, മാ അക്രമൻ നിസാ ഇല്ലാ കരീമുൻ, സ്ത്രീകളെ ആദരിച്ചവനില്ല, സ്ത്രീകളെ ഒരുത്തൻ ആദരിച്ചിട്ടില്ല, അങ്ങനെ ആദരിച്ചവൻ ഇല്ലാ കരീമുൻ, അവൻ മാന്യനാണ്. മാന്യനായ മനുഷ്യനല്ലാതെ സ്ത്രീകളെ ആദരിക്കാൻ സാധിക്കുകയില്ല. ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ, സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ നീചനാണ് എന്നാണ്. അപ്പോൾ ഒരാൾ നീചനാണോ, ഒരാൾ മാന്യനാണോ എന്നതിൻ്റെ മാനദണ്ഡം മതം പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് സ്ത്രീകളുടെ വിഷയം ചർച്ചക്കെടുത്തുകൊണ്ടാണ്. സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാനും ഇടപഴകാനും സാധിക്കുന്നു എങ്കിൽ അവൻ മാന്യനാണ്. സ്ത്രീകളോട് അപമര്യാദയായി വർത്തിക്കുന്നു എങ്കിൽ അവൻ നീചനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുരുഷന്മാരോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ഇണജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ
ഇണയായി കഴിഞ്ഞാൽ, തൻ്റെ സഖിയായി പ്രിയതമയായി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദാമ്പത്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദാമ്പത്യ ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, സ്ത്രീധനങ്ങൾ, അടിച്ചമർത്തലുകള്, അതേപോലെ തന്നെ അതിൻ്റെ പരോക്ഷ ജീവിതത്തിൽ സ്ത്രീകൾ, ഇണകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച്. എന്നാൽ ഒരു വിശ്വാസിയിലേക്ക് ഒരു പെണ്ണിനെ ലഭിച്ചു കഴിഞ്ഞാൽ, ഇണജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, 4-ാം അധ്യായം സൂറത്തു നിസായിലെ 19-ാമത്തെ ആയത്തിൽ പറയുക, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഇണകളോട് വളരെ നല്ല രൂപത്തിലായിരിക്കണം, നിങ്ങൾ സദാചാര ബോധത്തോടെ സ്നേഹത്തോടെ ആയിരിക്കണം നിങ്ങൾ സഹവസിക്കേണ്ടത്, സല്ലപിക്കേണ്ടത് എന്ന് പറയാം. ഇനി ഹദീസിൽ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിലെ ഉത്തമർ, ദ ബെസ്റ്റ് എമംഗ് യു എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് ആളുകൾക്കിടയിൽ ആളാകാൻ സാധിക്കും. കച്ചവട സ്ഥലങ്ങളിൽ കേമത്വം തെളിയിക്കാൻ നമുക്ക് കഴിയും. സുഹൃത്തുക്കൾക്കിടക്ക് മികവ് കാണിക്കാൻ നമുക്ക് കഴിയും. ജോലി സ്ഥലങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷേ മനസ്സിനെ അടക്കി നിർത്തി സഹനം അവലംബിച്ച് വിനയത്തോടെ വിട്ടുവീഴ്ചയോടെ ഖൈറുക്കും ഖൈറുക്കും അഹ്ലി, സ്വന്തം ഇണയോട്, ഒരു പെണ്ണാകുന്ന ഇണയോട്, പ്രിയതമയോട് ഏറ്റവും നല്ല രൂപത്തിൽ ആരാണോ സമീപിക്കുന്നത്, പെരുമാറുന്നത് എങ്കിൽ അവരാണ് നിങ്ങളിലെ ഉത്തമർ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഇണയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തരികയാണ്. പ്രവാചകന്റെ ആ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാണ് അറിയിച്ചത് ഇണകളുടെ വിഷയത്തിൽ. ഏറ്റവും സൗജി എന്നാ പ്രയോഗിച്ചത്. സൗജ്, അസ്വാജ്, സൗജൈനി എന്നാണ് കാണുവാൻ, ഇണകളായി ജീവിക്കുക എന്ന്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞു. സിനിമാക്കാര് തിരക്കഥകൾ എഴുതി, ഡയറക്ടേഴ്സ് സംവിധാനം നടത്തി, നായകന്മാർ അഭിനയിച്ച് ഇസ്ലാമിൽ ഒരു പെണ്ണിന്റെ സ്ഥാനത്തെയൊക്കെ പരിഹാസ്യ കഥാപാത്രമാക്കി തീർക്കുന്ന സിനിമകളെ സംപ്രേഷണം ചെയ്ത ആളുകളുടെ റിയൽ പിക്ചർ ഓഫ് ദയർ ലൈഫിന്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കൃഷിയിടത്തെയൊക്കെ അസ്ഥാനത്ത് പ്രയോഗിച്ച ആളുകളുടെ ഗതികേടും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇസ്ലാം സർഗാത്മകമായി കൊണ്ട് സാഹിത്യ ഭംഗിയിലാണ്. ഒരു കർഷകന് തൻ്റെ കൃഷിയിടത്തോടെ എത്രമേൽ അദമ്യമായ ആത്മബന്ധവും വൈകാരിക ബന്ധവുമാണോ ഒരു കർഷകന് മണ്ണിനോടും അതേപോലെ തന്നെ സസ്യലതാദികളോടും ഉണ്ടാവുക എങ്കിൽ അതിലുപരിയായിട്ടുള്ള ബന്ധമാണ് ഒരു പ്രിയതമന് പ്രിയതമയോട് ഉണ്ടാകേണ്ടത് എന്ന ഉപമയാണ് ആ ഉപമയിലൂടെ നൽകിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ പൊരുളെന്ന് പറയുന്നത്. എന്നിട്ട് അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യുക്തിവാദികളെ, നവലിബറലിസ്റ്റുകളെ, അതേപോലെ തന്നെ മതത്തിൻ്റെ ഷിആറുകൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന ആളുകളൊക്കെ പല ആഖ്യാനങ്ങൾ നടത്തി. അവരൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എവിടെയാണ് എന്ന് അറിയുകയില്ല. അതിലെ നീതിയെക്കുറിച്ച്, അതിലെ ലിംഗസമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആളുകളെ ലഭിക്കുന്നില്ല. എല്ലാവരും മാളത്തില. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ടേം, അത് ഫസ്ഖാകട്ടെ, ഖുൽആകട്ടെ, ത്വലാഖാകട്ടെ, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു ടേം അസ്ഥാനത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് മതം കാരണക്കാരനല്ല, അല്ലേ? അതിന് മതത്തിൻ്റെ പ്രമാണങ്ങൾ പിന്നെ ഒരു തരത്തിലും കാരണമല്ല. കാരണം മതം പഠിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ്. പക്ഷെ അതിന് അസ്ഥാനത്ത് പ്രയോഗിച്ചു, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തി. പക്ഷെ അത് ഇസ്ലാമിലേക്ക് വരവ് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ അടിക്കുന്നതിൻ്റെ വണ്ടിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതേ അവസരത്തിൽ ഒരു പ്രിയതമയോട്, ഇണയോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ലൈംഗിക ബന്ധത്തിലടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ വ്യഭിചരിക്കുകയാണ് എങ്കിൽ ആ വ്യഭിചാരം പാപമാണ്, അതിലൂടെ നിങ്ങൾ തിന്മയിൽ അകപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഇണയോടുള്ള ലൈംഗിക ബന്ധം നിങ്ങൾക്ക് ഇബാദത്താണ്, ആരാധനയാണ്, പുണ്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ദീനാണിത്, അല്ലേ? അതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്. അതിലപ്പുറം നിങ്ങൾ ആഗ്രഹിക്കാനും പാടില്ല. സദാചാര വിരുദ്ധമായിട്ടുള്ളതിലേക്ക് ഒരു നിലക്കും പോകാൻ പാടില്ല എന്ന വലിയ നിർദ്ദേശവും നൽകി. അതാണ് ആമുഖമായി ഓതിവെച്ച 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 7-ാമത്തെ ആയത്തിൽ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക, ഇണജീവിതത്തിലൂടെ ലഭിക്കുന്ന ഒരു ഇമ്പമുണ്ട്, ഇണജീവിതത്തിലൂടെ ലഭിക്കേണ്ട പ്രണയ സാഫല്യമുണ്ട്, ഇണജീവിതത്തിലൂടെ ലഭിക്കേണ്ട ലൈംഗിക സംതൃപ്തിയുണ്ട്. അത് നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്. അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിവേകപൂർണമായ പെരുമാറ്റങ്ങളും കാര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇസ്ലാമിലെ ലൈംഗിക. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു കവിതയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നിൻ്റെ ലോകത്തിന് ഇതെന്തു പറ്റി? ഇഷ്ടങ്ങളൊക്കെയും തീർന്നുപോയോ? ഇരതേടി അലയുന്ന മർത്യരെല്ലാം
ഇണകളെ കാണാൻ മറന്നുപോയോ? ഇര തേടി അലയുകയാണ്. സ്വന്തം ഇണയിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങളുണ്ട്. അത് ആ ഒരു തലത്തിലും ചിന്തിക്കേണ്ടതുണ്ട്. ലൈംഗിക ബന്ധത്തിന്റെ സാഫല്യത്തിന്റെ കുറവ് ലഭിക്കുന്നിടത്ത് ഇര തേടി അലയേണ്ട അവസ്ഥകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെ അത് ലഭിക്കുന്ന വിധത്തിലുള്ള ലൈംഗിക സാക്ഷരതയുണ്ടാകണം. രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ട്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ആൺ പെൺ വിഭാഗത്തെ ഒന്നാക്കി തീർത്ത് ന്യൂട്രാലിറ്റിയിലേക്ക് നയിക്കുമ്പോൾ അതേ അവസരത്തിൽ അതിൻ്റെ പ്രകൃതിപരമായ നൈസർഗികമായ ലൈംഗിക ജീവിതം കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് പുതിയ തലമുറക്ക് ലഭിക്കപ്പെടേണ്ടതുമുണ്ട്. അങ്ങനെ ലഭിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇണജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകണം. അതിലുപരി അഹിതമായത് അവിഹിതമായത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പരിധി വിടുന്ന ആളുകളാണ്, അന്യായം പ്രവർത്തിക്കുന്ന ആളുകളാണ്. പിന്നെ അവർക്ക് ശിക്ഷയാണ്. പരമകാരുണികന് വിധേയപ്പെട്ട അടിമകളല്ല അവര്. കാരണം പരമകാരുണികന് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണത്തിൽ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അവർ വ്യഭിചരിക്കുകയില്ല എന്നാ പറഞ്ഞത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തീർച്ചയായിട്ടും അവരതാ തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്നവരായിരിക്കുമെന്നാണ്. ലൈംഗിക സംതൃപ്തി, ലൈംഗിക വിശുദ്ധി ദാമ്പത്യ ജീവിതത്തിലൂടെ പാലിക്കണം. ആ ഇണ ജീവിതത്തിൽ തീർച്ചയായിട്ടും പാലിക്കാൻ പറഞ്ഞത് പാലിച്ചു കഴിഞ്ഞാൽ സാമൂഹിക രംഗത്ത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രയാസം ഒരു പെണ്ണിന് അനുഭവിക്കേണ്ടി വരികയില്ല. ഇനി മാതാവ് എന്ന നിലക്ക് ക്രൈറ്റീരിയയിൽ എടുത്തു കഴിഞ്ഞാൽ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞില്ലേ, ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ് നിനക്ക് 3 തലത്തിലും ഏറ്റവും കൂടുതൽ നിന്റെ സഹവാസം, നിന്റെ സ്നേഹം, നിന്റെ അടുപ്പത്തിന് അർഹതയുള്ളത് നിന്റെ മാതാവാണ് എന്ന് പറഞ്ഞതിലൂടെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞതിലൂടെ മാതാവിന്റെ പദവി എത്രത്തോളമാണ്. പക്ഷെ ഇന്നത്തെ കുടുംബഘടനയിൽ വീടിനൊരു മാറ്റായ വല്യുമ്മ വഴിയിലായി, വഴികളിൽ മിഴിവായ വല്യുപ്പ പിഴയായി. അത് വീടുകൾ തന്നെ വൃദ്ധസദനങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അരസെന്റിന് വേണ്ടി 1 സെന്റിന് വേണ്ടിയൊക്കെ മാതാവിനെ പ്രയാസപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഇസ്ലാമിന് അന്യമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാതാവെന്ന പെണ്ണിനോട് ഒരു മുസ്ലിം എന്ന മക്കൾ നിർവഹിക്കേണ്ടത് തീർച്ചയായിക്കൊണ്ടും 3 തവണ ആവർത്തിച്ചു പറഞ്ഞു എങ്കിൽ അതിൻ്റെ ആശയം, അതിൻ്റെ ഉള്ളടക്കം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സഹോദരി എന്ന നിലയ്ക്ക് കയറി ചെയ്യേണ്ടതിനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ സഹോദരിയെ സംരക്ഷിക്കുന്നവന് സ്വർഗമുണ്ട് എന്നാണ് പറഞ്ഞത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ കല്യാണം കഴിച്ചത് വിധവയെയാണോ കന്യകയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിധവയെയാണ് കല്യാണം കഴിച്ചത് എന്ന്. നീ കന്യകയെ കല്യാണം കഴിച്ച് നിന്റെ ദാമ്പത്യം കൂടുതൽ ആസ്വാദ്യകരമാക്കി തീർത്തുകൂടായിരുന്നോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, പ്രവാചകൻ സാഹോദര്യ ബന്ധത്തിൽ പഠിപ്പിച്ച ആദ്യത്തെ ആ പാഠശാലയിലെ നന്മകൾ തിരിച്ചറിഞ്ഞ ജാബിർ റളിയല്ലാഹു അൻഹു മാതാവ് നേരത്തെ മരണപ്പെട്ടതുകൊണ്ട് തൻ്റെ പെങ്ങന്മാരെ പരിചരിക്കാൻ പാകത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ പ്രവാചകരെ സ്വീകരിച്ചത്. പ്രായമുണ്ടെങ്കിലും എൻ്റെ സഹോദരിമാരുടെ തല വാർന്നു കൊടുക്കുന്ന, അങ്ങനെ തന്നെയാണ് ഹദീസിൽ പ്രയോഗിച്ചത്. ആ രൂപത്തിൽ അവരെ പരിചരിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു പെണ്ണിനെയാണ്, അതുകൊണ്ടാണ് ഞാൻ വിധവയെ കല്യാണം കഴിച്ചത് എന്ന്. അപ്പോൾ പെങ്ങന്മാരെ പരിചരിക്കുന്നതിൻ്റെ, സംരക്ഷിക്കുന്നതിൻ്റെ അതിലൂടെയുള്ള സ്വർഗം. ഇതൊക്കെയാണ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ബന്ധങ്ങളെ സ്ത്രീകളുമായി അവരുടെ ജീവിതയാത്രയിൽ അവർ മാതാവാകും, അവർ മകളാകും, അവർ സഹോദരിയാകും, അവർ ഇണയാകും. ജീവിതയാത്രയിൽ ഏത് തല ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നുപോയാലും ഒരാണിൻ്റെ കീഴിൽ, ഒരു സമൂഹത്തിൻ്റെ കീഴിൽ, ഇസ്ലാമിക ഉമ്മത്തിൻ്റെ കീഴിൽ, ഇസ്ലാമിക കുടുംബഘടനയിൽ സംരക്ഷിതയായിട്ട് അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വൈദാ ബുശ്ശിറ എന്നാണ്. പെൺമക്കൾ ജനിക്കുക എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൺമക്കൾ ജനിക്കുന്നതിന് സന്തോഷ വാർത്ത എന്ന ആയത്ത് പരിചയപ്പെടുത്തിയില്ല. വൈദാ ബുശ്ശിറ എന്ന് പറഞ്ഞത് സന്തോഷ വാർത്ത പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ എന്നാണ് ആയത്ത് പഠിപ്പിച്ചത്. പ്രവാചകന്റെ ഹദീസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു പെണ്ണ് ജനിച്ചു കഴിഞ്ഞാൽ, 2 പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, 3 പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് തർബിയത്ത് കൊടുത്ത് ഒരുത്തൻ്റെ കയ്യിൽ ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ആൺകുട്ടികളുടെ വിഷയത്തിൽ അത് പറഞ്ഞില്ല. അപ്പോൾ സ്ത്രീകളെ അവരുടെ ഏത് പ്രായത്തിലായിരുന്നാലും അവരെയൊക്കെ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന
ഏറ്റവും നല്ല രൂപത്തിലുള്ള നിമിഷങ്ങളാണ് ഇസ്ലാമിക കുടുംബജീവിതത്തിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമുള്ളത്. അതുകൊണ്ടായിരിക്കാം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു പറ്റം വനിതകളുടെ ഇസ്ലാം അനുഭവങ്ങൾ ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ്, എൻ്റെ സഹോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ക്രോഡീകരിച്ചത് നായിമാബിയ റോബർട്ടാണ്. നായിമാബിയ റോബർട്ട് എന്ന UK നിന്ന് ഇസ്ലാം സ്വീകരിച്ച വനിത യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വനിതകളുടെ ഇസ്ലാം അനുഭവങ്ങൾ പങ്കുവെക്കാൻ എ യുണീക്ക് സെലിബ്രേഷൻ ഓഫ് മുസ്ലിം വുമൺ ഹുഡ് എന്നാണ്. അഥവാ ഇസ്ലാം എത്തിക്കഴിഞ്ഞ വനിതകൾ ഇസ്ലാമിക ജീവിതത്തെ ആഘോഷിക്കുകയാണ് എന്നാണ്. ഇണജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ, നിക്കാഹിലൂടെ, അനുഷ്ഠാന മുറകളിലൂടെ, ഹിജാബിലൂടെ അവൾ സംരക്ഷിതയായി തീരുകയാണ് എന്ന് അവരുടെ അനുഭവങ്ങൾ കൊണ്ട് അതിൻ്റെ ആമുഖത്തിൽ തന്നെ അവർ പറയുക, ഞങ്ങൾ കാണാത്ത കാഴ്ചകളില്ല, ഞങ്ങൾ അനുഭവിക്കാത്ത മേച്ചിൽപ്പുറങ്ങളില്ല. അതൊന്നുമല്ല ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. വിധിവിലക്കനുസരിച്ച് ഇസ്ലാമിൻ്റെ കുടക്കീഴിലും വിധിവിലക്കുകളിലും മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിന് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്, ജീവിതത്തിന് ലഭിക്കുന്ന ഒരു പൂർണ്ണതയുണ്ട്. ഇസ്ലാമിൽ ഒരു പെണ്ണിനോട് പറഞ്ഞ വിധിവിലക്കുകൾ പാലിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സംരക്ഷണമുണ്ട് എന്ന് അവർ പറയാൻ. അതുകൊണ്ടാണ് പൂജാലാമ എന്ന് പറയുന്ന നേപ്പാളിലെ ഒരു സിനിമാ നടി അംന ഫാറൂഖിയായി മാറിയത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കേട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ പ്രൊഫഷൻ തന്നെ മാറ്റി ജീവിതത്തിൻ്റെ മറ്റൊരു ഏട് തുറക്കുകയാണ്. ഞാനിതൊക്കെ പറയുന്നത് അവരൊക്കെ ഒഴിവാക്കിയ ജീർണിച്ച സംസ്കാരത്തിൻ്റെ പിന്നിൽ ഇറക്കപ്പെടുന്ന സിനിമകൾക്കനുസരിച്ച് ഡയലോഗുകളും കമൻറ്റുകളും ആരവങ്ങളുമായിട്ട് പുതിയ ജനറേഷനിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൗമാരങ്ങൾ മാറി ചിന്തിക്കുന്ന സമയത്ത് അവർ അബ്രപാളിയിൽ ആകാശ ലോകത്ത് കാണുന്ന മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾക്കപ്പുറമായി കൊണ്ട് സിനിമാ ലോകത്തെ താരകങ്ങളെ മനസ്സിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉടഞ്ഞു പോകുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ റിയൽ പിക്ചർ ഓഫ് ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളും അത്തരത്തിലുള്ള സജീവമായ ചർച്ചകളും കുടുംബരംഗങ്ങളിൽ കാര്യമാത്രമായി നടക്കേണ്ട സമയം കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, വിവേകം നൽകുമാറാകട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന വിവേകികളും വിശുദ്ധരുമായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ത്രീകളോട് നമ്മുടെ സമീപനത്തിൽ, അത് കുടുംബത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും, ബന്ധത്തിൽപ്പെട്ട മഹിളകളും വനിതകളായിരുന്നാലും നമ്മുടെ ബന്ധത്തിന് പുറത്തായിരുന്നാലും നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഹദീസിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഇത് പുരുഷന്മാരാണ് എങ്കിൽ ഇനി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലും ഇപ്പം അങ്ങനെയുള്ള അന്യായങ്ങൾ, അക്രമങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ സ്ത്രീകളെല്ലാവരും കൂടി പുരുഷനെ ബലാത്സംഗം ചെയ്തെന്നുള്ള റിപ്പോർട്ട് നമ്മളധികം വായിക്കാറില്ല. ഒരു 1,00,000 എന്നൊക്കെയുള്ളവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നവ ലിബറലിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആവേശം കയറി സംഭവിക്കുക എന്നതിലുപരിയായി കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുക എന്നതിലുപരി ഏത് കേസെടുത്ത് പരിശോധിച്ചാലും ഏത് രാജ്യത്തായിരുന്നാലും പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളാണ്. സ്ത്രീകളുടെ ശരീരഘടന, അവരുടെ ക്ഷമത, അവരുടെ ശാരീരിക വ്യവസ്ഥ ആ രൂപത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായി പ്രാമാണികമായി ശരീരശാസ്ത്രപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതേ അതിന് നിർവാഹമുള്ളൂ. കാലം മാറി, ലോകം മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ അങ്ങനെ പലതും പറയും. പക്ഷേ നമ്മൾ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന ചൊല്ലിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരാളും അകപ്പെടാതിരിക്കാനെങ്കിലും കാലാതിവർത്തിയായ ശരീഅത്തിൻ്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ നമ്മൾ പാലിക്കണം. അതിനാണ് സ്ത്രീകളോട് നിങ്ങൾ വസ്ത്രം ശരിയായി ധരിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ഹിജാബ് ധരിക്കണം. കാരണം ഇസ്ലാമിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള വസ്തുവാണ്. നമ്മൾ നെക്ലേസും സ്വർണവും ഡയമണ്ടൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യലാണ്. അതേപോലെ പളുങ്കുപാത്രങ്ങൾ എന്നാണ് ഹദീസിൽ പ്രവാചകൻ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത്.
പളുങ്കുപാത്രങ്ങളാണ്. അതിങ്ങനെ എല്ലാം അഴിച്ചിട്ട് ഈ പിന്നെ ഷോവനിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സ്ത്രീപക്ഷവാദികൾ പറയുന്നത് നിങ്ങൾ ആണുങ്ങളെപ്പോലെ ആയിത്തീരുമ്പോഴാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായി തീരുന്നത് എന്നാണ്. അഥവാ അവരുടെ ഉടലുകളെ, സ്ത്രീ ശരീരങ്ങളെ വിപണനവൽക്കരിക്കുന്ന ആണുങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ സ്ത്രീത്വം പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നത് പിന്നെ ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ്. അതും പുരുഷന്മാർ നിർമ്മിച്ചതാണ്, അത് കോർപ്പറേറ്റുകൾ നിർമ്മിച്ചതാണ്, അത് ചൂഷണമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. എന്നാൽ ഇസ്ലാം അതിന് എതിര് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ഈ വിഷയകമായിട്ടും ഇതല്ലാത്ത വിഷയത്തിലുമൊക്കെ പലപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉണ്ടാക്കുന്നതും. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ പിന്നെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കണം. ഇത് നിങ്ങൾ തിരിച്ചറിയാനും നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. ബുദ്ധിമാൻക്ക് സൂചന മതിയെന്ന് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ സ്ത്രീകളോട് പറയുക, നിങ്ങൾ സംസാരിക്കേണ്ടി വരും മറ്റുള്ളവരുമായി, ആ മറ്റ് പല പുരുഷന്മാരുമായി സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആയത്ത് അങ്ങനെയാ, ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് നിങ്ങളിൽ ആഗ്രഹം ജനിച്ചേക്കാം, സൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വാതിലിൽ വന്ന് മുട്ടൽ വന്നേക്കാം. മനസ്സിലായില്ലേ? പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഈ ഹൃദയത്തിൽ രോഗമുള്ളവനെ നോട്ട് ചെയ്തു വെക്കും. പിന്നെ അവന്റെ ഇംഗിതം നടപ്പിലാക്കാൻ പലതും നടത്തും. അത് പിന്നെ പവർ ഗ്രൂപ്പ്, കവർ ഗ്രൂപ്പ് എന്നൊന്നും പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. പാലിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ആ സംസാരത്തിലുള്ള ശ്രദ്ധ, അന്യ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ഡിസ്റ്റൻസുകൾ, കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കഴിഞ്ഞാൽ, അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിഞ്ഞാൽ മൂന്നാമതായി അവിടെ പിശാച് വരും. അതിലെ കാലം ലോകമൊക്കെ മാറും, ടെക്നോളജി ഒക്കെ മാറും, സൗകര്യങ്ങളൊക്കെ കൂടും. പക്ഷെ മനുഷ്യന്റെ മനഃശാസ്ത്രം മനുഷ്യനാണ്. അപ്പൊ ഏത് കാലത്തും മനുഷ്യന്റെ പ്രകൃതി എന്താണെന്ന് പഠിച്ചോൻക്കറിയാം. അപ്പൊ ഒരാണും പെണ്ണും തനിച്ചായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക? അത് മണിക്കൂറുകൾ കൂടുന്നതിനനുസരിച്ച്, ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച്, ആ ആൺ പെൺ സൗഹൃദം അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിന് അവസരങ്ങൾ കിട്ടുമ്പോൾ മൂന്നാമതായി അവിടെ പിശാച് വരും എന്നതിന് എത്ര അനുഭവങ്ങളുണ്ട്. ഒളിച്ചോടലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന രംഗങ്ങൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ, ഹോസ്റ്റലുകൾ, അവരുടെ വിദ്യാഭ്യാസം, അതേപോലെ നമ്മുടെ മക്കൾ പോകുന്ന ജോലി സ്ഥലങ്ങൾ, ഓരോ ആഘോഷങ്ങളും വരുന്ന സമയത്ത് അവിടൊക്കെ ഉണ്ടാകുന്ന സീനുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കപ്പെടണം. എന്നിട്ട് ആ കൂടിച്ചേരൽ എങ്ങനെയൊക്കെയാണ്? പണ്ടത്തെ പോലെ ഇൻസ്റ്റാഗ്രാമുകൾ, ഓൺലൈൻ സംവിധാനങ്ങൾ, ഇതൊക്കെ വന്നതോടുകൂടിയിട്ട് ചൂഷണത്തിനും കൂടുതൽ എന്തായി അവസരങ്ങൾ ഒത്തുവന്നു. അതേപോലെ തന്നെ യാത്രകളിൽ 24 മണിക്കൂർ ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഒരു പെണ്ണ് സഞ്ചരിക്കുകയാണെങ്കിൽ മഹ്റം കൂടെ ഉണ്ടാകണമെന്നാണ്. അഥവാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത് എന്ന് ദീന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധ പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, വേണ്ടപ്പെട്ടവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു നോർമലായിട്ടുള്ള യാത്രയല്ല, ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടാകണമെന്ന് പറയാൻ. ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല ഇന്ന ഫതൻ ശാബൻ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇദ്നി ബിസ്സിന, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. വ്യഭിചരിക്കാൻ എനിക്ക് അനുവാദം തരണം. ഫഅഖ്ബലൽ ഖൗമു അലൈഹി ഫസജറുഹു, സഹാബികൾ എഴുന്നേറ്റ് എന്താ റസൂലിനോട് ചോദിക്കുന്നത് എന്ന നിലയ്ക്ക് അവരിങ്ങനെ ദേഷ്യപ്പെട്ടു. ആ സമയത്ത് പ്രവാചകനാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിലും അതല്ലാത്ത സമയത്തും കാണുന്ന പ്രഭാഷണ സദസ്സുകളിലും അസ്ഥാനത്തൊക്കെ പലതും പ്രയോഗിച്ചുകൊണ്ട് ഗുണകാംക്ഷ നിർഭരമല്ലാത്ത വാഗ്ധോരണികളും കസർത്തുകളുമായിട്ട് പ്രബോധിത മനഃശാസ്ത്രം മനസ്സിലാക്കാതെ എല്ലാവരെയും ശത്രുപട്ടുകയിലും എല്ലാവരെയും മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയാക്കി തീർത്ത് ഗുണകാംക്ഷയും ബസീറത്തും ഇല്ലാത്ത പ്രബോധനം പ്രവാചകൻക്ക് ശീലമില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹാബികൾ അടക്കി നിർത്തി. അവൻ വ്യഭിചരിക്കാനല്ല ചോദിച്ചു, നിങ്ങൾ അടങ്ങി നിർത്തി, എന്താണ് അവന് കാര്യം നോക്കട്ടെ. വഖാലു മഹ്മ, നിങ്ങൾ അടങ്ങി നിൽക്കൂ. ഫഖാല ഉദ്നുഹു, അവൻ നിങ്ങൾ വിടി, എൻ്റെ അടുത്തേക്ക് വിടി എന്ന് പറയാൻ. ഫദനാ മിൻഹു ഖരീബൻ, പ്രവാചകന്റെ അടുത്തെത്തി. ഫജലസ, പ്രവാചകന്റെ അടുത്ത് ഇരുന്നു. ഖാല, എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, നീ എന്താ ഈ പറഞ്ഞത്? നരകത്തേക്ക് പോകാനുള്ള കാര്യമാണല്ലോ നീ പറഞ്ഞത് എന്നല്ല. പ്രവാചകൻ ആ മനുഷ്യന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി, അവന്റെ ആവശ്യം മനസ്സിലാക്കി, അവന്റെ മനോഗതി മനസ്സിലാക്കി. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, വ്യഭിചാരത്തിനാണല്ലോ നീ വന്നത്? ഖാല അതുഹിബ്ബു ലി ഉമ്മിക, നിന്റെ ഉമ്മാനെ മതിയോ എന്ന് ചോദിച്ചു. മാതാവിനെ വ്യഭിചരിച്ചാലോ എന്ന്. ലാ വല്ലാഹി,
റസൂലെ പറ്റൂലാന്ന്. അഫതുഹിബ്ബുഹു ലി ഇബ്നതിക, നബിനെ മകളെ വ്യഭിചരിച്ചോ? ലാ വല്ലാഹി റസൂലെ പറ്റൂല, മകളെ വ്യഭിചരിക്കേ. ഏതെങ്കിലും ഒരു കൗമ സ്വന്തം മകളെ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കോ? അപ്പോൾ പ്രവാചകൻ ചോദിച്ചു അഫതുഹിബ്ബുഹു ലി ഉഖ്തിക, നിന്റെ സിസ്റ്ററെ, നിന്റെ സഹോദരിയെ വ്യഭിചരിച്ചോ എന്ന് പറഞ്ഞു. ലാ വല്ലാഹി റസൂലെ പറ്റൂല, സ്വന്തം സഹോദരി വ്യഭിചരിക്കുക, ആരെങ്കിലും അത് ആഗ്രഹിക്കോ? അഫതുഹിബ്ബുഹു ലി അമ്മതിക, എങ്കിൽ നിന്റെ പിതാവിന്റെ പെങ്ങളെ, നിന്റെ പിതാവിന്റെ സഹോദരിയെ, നിന്റെ അമ്മായിയെ നീ വ്യഭിചരിച്ചോ എന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹി റസൂലേ, അത് നടക്കൂല. അഫതുഹിബ്ബു ലി ഖാലതിക, എങ്കിൽ നീ നിന്റെ എളാമാനെ നീ വ്യഭിചരിച്ചോ എന്ന് പറയാൻ. ലാ വല്ലാഹി റസൂലേ, അതും നടക്കൂല. അപ്പൊ പ്രവാചകൻ ഇതിങ്ങനെ കൊടുക്കുമ്പോ ആ മനുഷ്യന്റെ മാറ്റം പ്രവാചകർക്ക് മനസ്സിലായി. പ്രവാചകൻ കൈയെടുത്ത സഹോദരന്റെ, പിന്നെ ആ അറാബിയായ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ പ്രവാചകൻ കൈവച്ചുകൊണ്ട് വക്കാല പറഞ്ഞു, അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ പാപം നീ പുറത്തു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഹൃദയം നീ വിശുദ്ധമാക്കി തീർക്കണം. അദ്ദേഹത്തിന്റെ ലൈംഗികത നീ വിശുദ്ധമാക്കണം. ഫലം യകുൻ ബഅദ ദാലികൽ ഫതാ യൽതഫിതു ഇലാ ഷൈഇൻ, പിന്നെ ഈ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഒന്നിനോടും അന്നു മുതൽ ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൽ വഅബ്ഗദു ഇലൈഹി മിൻഹു അസ്സിന, പിന്നെ ആ സഹോദരൻ, ആ ചെറുപ്പക്കാരന് ജീവിതത്തിൽ ഏറ്റവും ദേഷ്യമുള്ളതായിട്ട് വ്യഭിചാരവും അതിനെക്കുറിച്ചുള്ള ചിന്തയും മാറി എന്നാണ്. ഇതാണ് സൈക്കോളജിക്കൽ അപ്രോച്ച്. നമ്മൾ സ്റ്റാൻഡിൽ നിന്നിട്ട് ഏതെങ്കിലും പെണ്ണിനെ നോക്കുമ്പോൾ അത് നമ്മുടെ മകളാന്ന് ആലോചിച്ചാൽ മതി, ഉമ്മയെന്ന് ആലോചിച്ചാൽ മതി, സഹോദരിയാന്ന് ആലോചിച്ചാൽ മതി, എളാമെന്ന് ആലോചിച്ചാൽ മതി. ഇതെല്ലാവരും കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും കണക്കാക്കേണ്ട രൂപം തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും, കാമ കണ്ണോടുകൂടിയല്ല മറ്റുള്ള സ്ത്രീകളെ നോക്കേണ്ടത്, കാരുണ്യ ബോധത്തോടു കൂടിയാണ് നോക്കേണ്ടത്. നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ, പ്രണയിക്കുമ്പോൾ, നിന്റെ പെങ്ങളെ മറ്റൊരുത്തൻ പ്രണയിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന വിഷമം നീ ആലോചിച്ചാൽ മതി. മറ്റൊരു പെണ്ണിനെ കാമത്തോടു കൂടി നോക്കുമ്പോൾ നമ്മുടെ ഇണയെ മറ്റൊരുത്തൻ നോക്കുന്നത് ചിന്തിച്ചാൽ മതി എന്നാണ്. ഇതാണ് ഇസ്ലാമിക സമീപനം, ഇതാണ് ഇസ്ലാമിന്റെ പ്രബോധനം, ഇതാണ് ഇസ്ലാമിന്റെ നസീഹത്ത്. ഈ വിഷയകമായി വന്ന റിപ്പോർട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാചാര വിശുദ്ധിയുള്ള, ലൈംഗിക വിശുദ്ധിയുള്ള, സ്ത്രീകളെ പരിഗണിക്കുന്ന, പരിചരിക്കുന്ന, അവരുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്ന, ഉത്ബുദ്ധത മരിക്കുവോളം നിർവഹിക്കാൻ കഴിയുന്ന വിവേകമതികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ നാഥ. അല്ലാഹുവേ, എല്ലാ തരത്തിലുമുള്ള സാമൂഹിക ജീർണതകളിൽ നിന്ന്, അശ്ലീല ആഭാസങ്ങളിൽ നിന്ന്, അരക്ഷിതാവസ്ഥകളിൽ നിന്ന്, അധാർമ്മങ്ങളിൽ നിന്ന്, സദാചാര വിരുദ്ധതകളിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും ഇണകളെയും നീ കാത്ത് സംരക്ഷിക്കണമേ നാഥ. അല്ലാഹുവേ, 2 താടിയെല്ലുകൾ കിടക്കുള്ളതിനെയും 2 തുടയെല്ലുകൾ കിടക്കുള്ളതിനെയും സംരക്ഷിച്ച് നിന്റെ റസൂല് വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കുന്ന മുത്തഖികളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. അല്ലാഹുവേ, ഗസ്സക്ക് നീ അതിജീവനം നൽകണമേ നാഥ. പോരാളികൾക്ക് നീ സ്ഥൈര്യം നൽകണമേ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ. ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് നീ ശമനം നൽകണമേ. പറമ്പത്ത് ഖദീജ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്